ഞങ്ങളിൽ ആരെ കണ്ടാലാണ് കൂടുതൽ പ്രായം തോന്നിക്കുക? എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പിനായി യാത്ര തിരിക്കുമ്പോൾ വൈഭവ് സൂര്യവംശിയുടെ തോളിൽ കൈയിട്ട് സഹതാരം യുധുവീർ സിംഗിന്റെ ചോദ്യമായിരുന്നു അത്. വൈഭവ് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു, നോ കമൻസ്. അരികിലുണ്ടായിരുന്ന ഗുർജപ്നീത് സിംഗ് ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. 28 വയസ്സുണ്ട് യുധുവീറിന്, അതായത് വൈഭവിൻ്റെ ഇരട്ടിപ്രായം. അയാളുടെ വയസ്സ് ഏറെക്കാലമായി ക്രിക്കറ്റ് സർക്കിളുകളിലെ സുപ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണല്ലോ. പതിനാല് വർഷം 233 ദിവസം. നിലവിൽ അയാൾ കളിക്കുന്ന ടീമുകളിലൊന്നും അതിൽ താഴെ പ്രായമുള്ള ഒരാളില്ല തന്നെ. 2011 ജനിച്ച ഒരാളിപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുകയാവും? തജ്പൂരിലെ മുഖതേശ്വർ സിൻഹ മോഡസ്റ്റി സ്കൂളിലെ ഒരു 8ാം ക്ലാസ്സുകാരൻ പയ്യൻ. അവൻ ക്രിക്കറ്റ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ശരവേഗത്തിൽ ഓടിക്കയറുന്നു. വർഷങ്ങളായി ബാറ്റ് പിടിച്ച് കൈത്തടക്കം വന്ന ഒരാളെ പോലെ ഗാലറികളിലേക്ക് തുരുതുരെ സിക്സറുകൾ പായിക്കുന്നു. സെഞ്ചുറികൾ അയാളുടെ സുപ്രധാന ഹോബികളിലൊന്നായി മാറുന്നു. എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പിൽ UAEക്കെതിരെ ഇന്ത്യ വിജയിച്ചു തുടങ്ങുമ്പോൾ ഒരൊറ്റ പേര് മാത്രമേ ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളൂ, വൈഭവ് സൂര്യവംശി. 342 സ്ട്രൈക്ക് റേറ്റിൽ ഒരു സെഞ്ചുറി. 3 അക്കം തൊടാൻ ഇക്കുറി അയാൾ എടുത്തത് വെറും 32 പന്തുകൾ. ഗാലറിയിലേക്ക് മൂളിപ്പറന്നത് 15 സിക്സറുകൾ, ഒപ്പം 11 ഫോറുകൾ. കണ്ണ് തള്ളിപ്പിക്കുന്ന ഈ കണക്കുകൾ കണ്ട ശേഷം അനധിവിദൂര ഭാവിയിൽ ഇയാൾ T20 ക്രിക്കറ്റിൽ ഒരു ഡബിൾ സെഞ്ചുറി കുറിക്കും എന്നാരെങ്കിലും പറഞ്ഞാൽ അത് അതിശയോക്തിയായി പോകുമോ? ദോഹയിലെ വെസ്റ്റേൺ പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്നലെ കളി കാണാനെത്തിയവരൊക്കെ അത്ഭുതം കൂറിയാണ് ആ ഇന്നിംഗ്സ് കണ്ടുനിന്നത്. പ്രിയാൻ ചാരിക്കൊപ്പം അയാൾ ക്രീസിലെത്തുന്നു. നേരിട്ട ആദ്യ ഓവറിൽ തന്നെ ഒരു 6ഉം 4ഉം പറത്തി ആരംഭിക്കുന്നു. പവർ പ്ലേ പിന്നിടുമ്പോഴേക്കും അർദ്ധ സെഞ്ചുറികൾ തൊടുന്നു. അതിനായി എടുത്തത് വെറും 17 പന്തുകൾ. 4 പടുകൂറ്റൻ സിക്സറുകളും 7 ഫോറുകളും അയാളുടെ ബാറ്റിൽ നിന്ന് അപ്പോഴേക്കും പിറന്നു കഴിഞ്ഞിരുന്നു. പവർ പ്ലേ കഴിഞ്ഞ ശേഷമാണ് അയാൾ അല്പം കൂടി അപകടകാരിയായത്. മുഹമ്മദ് ഫറാസുദ്ദീൻ എറിഞ്ഞ 7ാം ഓവറിൽ പിറന്നത് 3 6ഉം 2 4ഉം. 2 ഓവർ പൂർത്തിയാക്കിയ ഫറാസുദ്ദീൻ ആ സമയം കൊണ്ട് വഴങ്ങിയത് 38 റൺസ്. 10ാം ഓവറിൽ സെഞ്ചുറി. അർദ്ധ സെഞ്ചുറിക്ക് ശേഷം 3 അക്കം തൊടാൻ പിന്നെ എടുത്തത് വെറും 15 പന്തുകൾ കൂടി. സെഞ്ചുറിക്ക് ശേഷം തൊട്ടടുത്ത ഓവറിൽ ഹർഷിത് കൗശികിന് വൈഭവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് 4 6ഉം 1 4ഉം. ഒടുവിൽ 13ാം ഓവറിൽ താൻ ഏറ്റവും അധികം പ്രഹരിച്ച ഫറാസുദ്ദീന് തന്നെ വിക്കറ്റ് നൽകി മടക്കം. 42 പന്തിൽ 144 റൺസ്. അബ്സല്യൂട്ട് മാജിക്. ഇന്ത്യൻ ഇന്നിംഗ്സ് 200 കടക്കാൻ വെറും 5 റൺസ് മാത്രം അവശേഷിക്കുകയാണ് അയാൾ മൈതാനം വിട്ടത്. ആ സമയം കൊണ്ട് വൈഭവ് മൈതാനത്ത് ഒരുപിടി റെക്കോർഡുകൾ നാട്ടിക്കിട്ടിരുന്നു. ഇന്ത്യ A ടീമിനായി ഒരു T20 മത്സരത്തിൽ ആദ്യമായി ഒരാൾ സെഞ്ചുറി കുറിക്കുന്നു. ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ സെഞ്ചുറിയാണ് ഇന്നലെ വെസ്റ്റേൺ പാർക്കിൽ പറന്നത്. മുന്നിൽ 28 പന്തിൽ സെഞ്ചുറി കുറിച്ച ഉർവിൽ പട്ടേലും അഭിഷേക് ശർമ്മയും. T20 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന 4ാമത്തെ സ്കോർ ആൻഡ് ദ യങ്ങസ്റ്റ് മാൻ ടു സ്കോർ 100 ഫോർ എ നാഷണൽ ടീം അറ്റ് സീനിയർ ലെവൽ. T20 ക്രിക്കറ്റിൽ വൈഭവിന്റെ 2ാമത്തെ സെഞ്ചുറിയാണ് ഇന്നലെ ദോഹയിൽ പറഞ്ഞത്. ദിവസങ്ങൾക്ക് മുമ്പാണ് വൈഭവിനെ കുറിച്ച് മാത്യു ഹെയ്ഡന്റെ ഒരു പ്രസ്താവന മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ രവിശാസ്ത്രി ഓർത്തെടുത്തത്. ഗുജറാത്തിനെതിരെ കഴിഞ്ഞ IPL-ൽ മുഹമ്മദ് സിറാജിനെയും ഇഷാന്ത് ശർമ്മയെയും ഒക്കെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്ന വൈഭവിനെ കണ്ട് അവന് 14 വയസ്സാണെന്ന് ഞാൻ വിശ്വസിക്കില്ലെന്നാണ് ഹൈഡൻ ആശ്ചര്യത്തോടെ പറഞ്ഞത്. താൻ അദ്ദേഹത്തോട് ശാന്തനാകാൻ ആവശ്യപ്പെട്ടെന്ന് രവിശാസ്ത്രി പറഞ്ഞു വെച്ചു. ഹെയ്ഡനെ പോലെ പലർക്കും അയാളുടെ പ്രായത്തെ ചൊല്ലിയുള്ള സംശയങ്ങളുണ്ട്. 12ാം വയസ്സിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചൊരാൾ 14ാം വയസ്സിൽ അയാൾ തൻ്റെ ആദ്യ IPL സെഞ്ചുറി കുറിക്കുന്നു. പ്രായത്തെക്കുറിച്ച് ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഇപ്പോൾ വൈഭവിന് നേരമില്ല. സഞ്ജു സാംസന് പരിക്കേറ്റപ്പോൾ രാജസ്ഥാൻ നിരയിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ പകരക്കാരനായി എത്തിയതാണ്. പിന്നെ സഞ്ജുവിന്റെ സ്ലോട്ട് പോലും ചോദ്യചിഹ്നമായി. സഞ്ജു രാജസ്ഥാൻ വിടുന്നതിന് പിറകിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഓപ്പണിംഗ് സ്ലോട്ട് നഷ്ടമായതാണല്ലോ. IPL-ന് ശേഷം യൂത്ത് ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും ഇന്ത്യൻ ജേഴ്സിയിൽ വൈഭവ് എരിഞ്ഞു കത്തുന്നു. യൂത്ത് ഏകദിന ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി, യൂത്ത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ, ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അങ്ങനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ക്രിക്കറ്റ് ലോകത്ത് വൈഭവ് പിന്നിട്ട നാഴികക്കല്ലുകൾ ഏറെ. ബ്രിസ്ബണിൽ വെച്ച് ഓസീസിനെതിരെ യൂത്ത് ടെസ്റ്റിൽ സെഞ്ചുറി കുറിച്ചിട്ട് ആഴ്ചകൾ പിന്നിടുന്നേയുള്ളൂ. അന്ന് വെറും 78 പന്തിലാണ് അയാൾ 3 അക്കം തൊട്ടതെങ്കിൽ ഇന്നലെ സെഞ്ചുറി തൊടാൻ അതിന്റെ പകുതി പോലും പന്തുകൾ എടുത്തിട്ടില്ല. വൈഭവിന് പിറകെ ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയുടെ വെടിക്കെട്ട് കൂടിയായതോടെ UAEക്കെതിരെ ഇന്ത്യ ഒരു ഘട്ടത്തിൽ 300 എന്ന മാന്ത്രിക സംഖ്യയിൽ തൊടുമെന്ന് പോലും ആരാധകർ കരുതിയിരുന്നു. എന്നാൽ 3 റൺസ് അകലെ ഇന്ത്യൻ പോരാട്ടം അവസാനിച്ചു. ഒടുവിൽ 148 റൺസിന്റെ പടുകൂറ്റൻ ജയവുമായി ഏഷ്യ കപ്പ് ക്യാമ്പയിൻ രാജകീയമായി തുടങ്ങുന്നു. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് വൈഭവിനെ പരിഗണിച്ചാൽ എന്താണ്? വൈഭവിന്റെ സീനിയർ ടീം അരങ്ങേറ്റത്തെക്കുറിച്ച് ആരാധകർ ഏറെക്കാലമായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ICCയുടെ ഏജ് റെസ്ട്രിക്ഷൻസ് ആണ്
14കാരന് മുന്നിലെ വിലങ്ങുതടി. മാസങ്ങൾക്ക് മുമ്പ് രാജസ്ഥാൻ റോയൽസിന്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടർ സുബിൻ ബറൂച്ചിയുടെ പ്രസ്താവന ക്രിക്കറ്റ് സർക്കിളുകളിൽ വലിയ ചർച്ചയായിരുന്നു. സച്ചിനെ പരിഗണിച്ചതുപോലെ സീനിയർ ടീമിലേക്ക് വൈഭവിനെ ഇപ്പോൾ തന്നെ പരിഗണിച്ചു തുടങ്ങണമെന്നാണ് ബറൂച്ചിയുടെ വാദം. സീനിയർ ബോളർമാരെ നെറ്റ്സിൽ അയാൾ നേരിടുന്നത് കണ്ട് താൻ അത്ഭുതം കൂറി നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ബറൂച്ച. നെറ്റ്സിൽ ജോഫ്ര ആർച്ചറെ വൈഭവ് നേരിടുമ്പോൾ അവനെ ഓർത്ത് ഞാൻ ഭയന്നിരുന്നു. എന്നാൽ ബാക്ക് ഫൂട്ടിൽ ആർച്ചർക്കെതിരെ അവനൊരു ഷോട്ട് വായിച്ചു. സ്റ്റേഡിയത്തിന് പുറത്താണ് ആ പന്ത് ചെന്ന് വീണത്. യെസ്, ചിലപ്പോഴൊക്കെ നമുക്ക് ഇയാൾ മറ്റേതോ യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങി വന്നതാണ് എന്ന് തോന്നാറുണ്ട്.